നിന്നാത്മാവിനാ സമ്പൂർണമാ നിലനിന്നിടാ കൃപയേകണേ. നിന്നാത്മാവിനാ സമ്പൂർണമാ നിലനിന്നിടാ നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറി പോയിടുവാൻ ഇടയാക്കല്ലേ നാഥാ. സുഭാഷിതം. നിങ്ങളൊരു പാപിയാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണം? നിങ്ങൾ ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു അസുഖകരമായ സത്യമായിരിക്കും അത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന എല്ലാവരും പാപം ചെയ്യുന്നവരാകുന്നു. മറ്റെല്ലാ വിധത്തിലും വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവർക്കും ഐക്യമുണ്ട്. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്നാണ്. 1 യോഹന്നാൻ 1:8 വായിക്കുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ നമുക്കെന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? പലരും പല പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. തീർത്ഥാടനം നടത്തുന്നു, നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു, ഉപവസിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനോ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുവാനോ കഴിയുന്നില്ല. പൗലോസ് തന്റെ അനുഭവം പറയുകയാണ്. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു എന്ന്. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ എന്ന്. മനുഷ്യന്റെ പാപ അനുഭവമാണ് ഇത് വിവരിക്കുന്നത്. നീതിമാന്മാരായിരിക്കാനും ശരിയായ കാര്യം ചെയ്യുവാനും നാം പരമാവധി ശ്രമിച്ചേക്കാം. മനുഷ്യന്റെ ഈ സ്വഭാവം നന്നായി അറിയാവുന്ന സ്നേഹവാനായ ദൈവം പാപത്തെ നേരിടാനുള്ള ഒരു മാർഗം നമുക്ക് വാഗ്ദാനം ചെയ്തു. റോമർ 3:24 വായിക്കുന്നത്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. And all are justified freely by His grace through the redemption that came by Christ Jesus. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ യാഗമായി അർപ്പിക്കുവാൻ ലോകത്തിലേക്ക് അയച്ചു. ദൈവം മനുഷ്യകുലത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപികളായ മനുഷ്യർക്ക് അത് എങ്ങനെയാണ് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്? വീണ്ടും അതേ അധ്യായത്തിൽ പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു കാൽവറിയിൽ രക്തം ചിന്തിയത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിന് നാം എന്താണ് ചിലവ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. ദൈവം മനുഷ്യകുലത്തിന് സൗജന്യമായി രക്ഷ തന്നതുകൊണ്ട് പലർക്കും അതിൻ്റെ വില മനസ്സിലാക്കുവാനും കഴിയുന്നില്ല. യേശുവേ, ഞാൻ പാപിയാണെന്നറിയുന്നു, അവിടുത്തെ കുരിശിലെ പരമയാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആത്മാർത്ഥമായി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും യേശു ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് തൻ്റെ സ്വന്തം നീതിയെ സൗജന്യദാനമായി നമുക്ക് നൽകും. അപ്പോഴാണ് നമുക്ക് ആ സൗജന്യ രക്ഷയുടെ മാഹാത്മ്യം മനസ്സിലാകുന്നത്. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾ നീക്കി നമ്മെ ശുദ്ധീകരിക്കും. അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് വ്യതിയാനമുണ്ടാകും. നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? എങ്കിൽ സൗജന്യമായ രക്ഷ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കരുണയുള്ള പിതാവേ,
സൗജന്യമായി അടിയങ്ങൾക്ക് തന്ന രക്ഷ പ്രാപിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നിൻ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക. നിൻ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക.